നടന്ന സംഭവം നമ്മുടെ ബിജു മേനോനെ അതുപോലെ സുരാജ് വെഞ്ഞാറമൂടിനെ പ്രധാന കഥാപാത്രങ്ങളാക്കിയിട്ട് വിഷ്ണു നാരായണൻ ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്. ഒരു കാര്യം ശരിയാണ്, ഈ സിനിമയുടെ ടൈറ്റിൽ കറക്റ്റാണ്. അതായത് ഈ സിനിമയിൽ നടന്നിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിലെല്ലാം നടക്കുന്നൊരു സംഭവമാണ്, അത് ശരിയാണ്. പക്ഷേ ഇത് എത്രമാത്രം ഒരു സിനിമയ്ക്കുള്ള ഒരു കണ്ടന്റ് ഉണ്ടെന്നുള്ള എനിക്ക് സംശയമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഷോർട്ട് ഫിലിമിനുള്ള സംഭവം പോലും ഈ പടത്തിനില്ല. ചെറിയൊരു സംഭവം അതിങ്ങനെ വലിച്ചു നീട്ടി ഒരു സിനിമയാക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. മാക്സിമം പോയ ഒരു ഷോർട്ട് ഫിലിം അതിനുള്ള സംഭവം ഉള്ളു പടത്തിൽ. നമ്മൾ ട്രെയിലറിൽ കണ്ട സംഭവങ്ങളൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള അവിഹിതം സംഭവങ്ങൾ, സംശയങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് പടത്തിൽ വരുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കുഴപ്പമൊന്നുമില്ലായിരുന്നു, അത്യാവശ്യം എൻഗേജിങ് ആയിരുന്നു സംഭവം. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് നേരം ഒരു പകുതി, സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതി കഴിഞ്ഞപ്പോഴാണ് പടം കൊണ്ട് കളഞ്ഞെന്ന് പറയാം. അതുവരെ കുഴപ്പമില്ലായിരുന്നു, എൻഗേജിങ് ആയിരുന്നു. ഒരു സംഭവം നടക്കും, ആ സംഭവത്തിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ളത് ക്ലൈമാക്സിന് തൊട്ട് മുമ്പായിട്ടാണ് പറയുന്നത്. അവിടെ തൊട്ടിട്ട് പടം പോയി. ഇതിന് ഡയറക്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തിരക്കഥാരത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും 90കളിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു തിരക്കഥ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ഒന്നും ഉണ്ടാക്കിയല്ല പടത്തിന്. ശരിയാണ്, സദാചാരവും പരിപാടികളൊക്കെ എല്ലായിടത്തും നടക്കും, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതാണ്. പക്ഷെ ഇതിനകത്തൊരു സംഭവം എന്ന് വെച്ചാൽ വലിയ എന്തോ മഹാസംഭവമായിട്ട് കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട് പടത്തിൽ. വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മുടെ നാട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്കിടയിൽ പരസ്പരം സ്വയം ഭോഗം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാവും. ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ലവേഴ്സ് ആയിട്ടുള്ളവരൊക്കെ സംസാരിക്കുന്നുണ്ടാവും. ഈ സിനിമയിലെ ഒരാണും പെണ്ണും, അതാരാന്ന് ഞാൻ പറയുന്നില്ല, അവർ സംസാരത്തിനടിക്കുന്ന സ്വയംഭോഗത്തിനെ പറ്റി പറയുന്നുണ്ട്. സിനിമയിൽ മറ്റുള്ളവർ ഇതൊരു ആണും പെണ്ണും ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ തെറ്റാന്നൊക്കെ പറഞ്ഞു വിട്ടെ, നാട്ടുകാർ പലതും പറയും, അതൊക്കെ നമുക്ക് ആ രീതിക്ക് എടുക്കാം. പക്ഷേ ഒരു പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതെന്തോ വലിയ പാതകമായിട്ടും ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ. ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ആൾക്കാരത്ര പൊട്ടന്മാരൊന്നുമില്ല, ആൾക്കാർക്ക് എല്ലാം അറിയാം, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഇത് വലിയ ആനക്കാര്യമായിട്ടൊന്നും ആരും എടുക്കില്ല. അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ പടത്തിലുണ്ട്. അതൊക്കെ സ്ക്രിപ്റ്റിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഈ പടം ഒരു 2000-ന് മുമ്പൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല. ഇനി പെർഫോമൻസുകൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ പെർഫോമൻസ് ഒന്നും ആരുടെ ഇല്ല. ഒന്നാമത്തെ കേസ് എടുത്തു പറയേണ്ടത്, ഇതിനകത്ത് ബിജു മേനോൻ്റെ ആവശ്യമില്ല. ബിജു മേനോനെ പോലത്തെ ഒരു നടനെ ഒന്നും ഈ പടത്തിൽ കൊണ്ടുവിടേണ്ട ഒരു ആവശ്യമില്ല. ബിജു മേനോൻ അത്രയും എനിക്കൊന്ന് ബിജു മേനോൻ്റെ കാലിബറിന് പറ്റിയ ഒരു റോള് പോലും അല്ലേ ഇത്. സുരാജ് വെഞ്ഞാറമൂട് ഓക്കെ, സുരാജിന് പറ്റിയ റോളാണ്, സുരാജ് ചെയ്തോട്ടെ. സുരാജ് ഇപ്പം എല്ലാ പടത്തും ചെയ്യുന്ന പോലെ നല്ല എയർ പിടിച്ചിട്ട്, അത് സിനിമയിൽ പറയുന്നുണ്ട്, ഇയാൾക്കൊന്ന് ചിരിച്ചുകൂടെ, എയർ പിടിച്ചാണ് നടക്കുന്നത്, സിനിമയിൽ തന്നെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളി അഭിനയം ഫുള്ള് മസിലും കയറ്റി പിടിച്ചിട്ട് നമുക്ക് വെറുപ്പ് പോകുന്നൊരു അഭിനയം. കഥാപാത്രം അതുപോലെയാണ്, ഓക്കെ, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിലും പുള്ളി എല്ലാ പടത്തിലും ഇപ്പോൾ എയർ പിടിച്ചിട്ട് അഭിനയിക്കുന്ന ആ ഒരു കഥാപാത്രം സുരാജ് വെഞ്ഞാറമൂട് ഓക്കെ. പിന്നെ ജോണി ആൻ്റണി ഒരു പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആക്ഷൻ ഹീറോ ബിജു ഇറങ്ങിയതിന് ശേഷം പോലീസ് സ്റ്റേഷനൊക്കെ കുറച്ച് ലൈവ്ലി ആയിട്ട് സാധാരണ നോർമലായിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അത് അത്ര കണ്ടങ്ങ് ഒത്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് ലാലു ലക്സ് എന്തിനോ വേണ്ടി 1-2 സീനിന് വേണ്ടി ലാലു ലക്സിനെ പോലത്തെ ഒരു നടനയ്ക്ക് എന്തിനാ കൊണ്ടുവന്നത് ഈ പടത്തിൽ? എനിക്കൊട്ടും വർക്കാകാത്തൊരു സിനിമയാണ്. ഞാൻ സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കോമഡി എങ്കിലും പ്രതീക്ഷിച്ചു. പക്ഷേ ഇത് അതൊന്നുമില്ല, കോമഡി ഇല്ല, അല്ലെങ്കിൽ ട്രാജഡി ഇല്ല, സംഭവങ്ങളൊന്നുമില്ല. ഒരു ചെറിയൊരു സംഭവം അത് വലിച്ചു നീട്ടി എനിക്കൊട്ടും കൺവിൻസ് ചെയ്യാത്ത രീതിയിലാണ് പിടിച്ചിരിക്കുന്ന പടം. എനിക്ക് സിനിമ വെറും ഒരു ആവറേജ് ആയിട്ട് തോന്നിയത്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറ.